ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഗാലക്സി S24 ഇന്ന് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ BGMIയുടെ ഒരു ചെറിയൊരു ഗെയിം പ്ലേയുടേതാണേ. അതായത് ഈ എക്സിനോസിൻ്റെ ഡിവൈസ് ഇപ്പം ഞാൻ ഗെൻഷിൻ ഇമ്പാക്റ്റിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 20 മിനിറ്റ്സ് ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത്, ഫുൾ ഗ്രാഫിക്സ് ഇടുമ്പോൾ ഉള്ളതാണ്. അപ്പം ബേസിക്കലി ഗെൻഷിൻ ഇമ്പാക്റ്റ് ഭയങ്കര ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ഉള്ള ഒരു ഗെയിമാണ്. അത് മൊബൈൽ ഫോണിൽ കളിക്കുക എന്ന് പറയുമ്പം ഹൈ എൻഡ് ഫോണിൽ മാത്രം എന്നാൽ പോലും ഭയങ്കര ടഫാണ്. കാരണം നല്ല ഗ്രാഫിക്സ് ഉള്ളതാണ്. കമ്പ്യൂട്ടറിൽ പോലും നല്ല അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ അത് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. സോ അത് നമ്മളിപ്പം ഹൈ ഗ്രാഫിക്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ S24 Ultra ആണെങ്കിലും പെർഫോമൻസ് കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഫുൾ ഗ്രാഫിക്സിൽ 60 FPS ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് ആക്ച്വലി നമുക്ക് നല്ല ഗ്രാഫിക്സ് ആവുന്ന ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് ഫ്രെയിം ഡ്രോപ്പായി 30 FPS വരെയൊക്കെ വരും. സെയിം തന്നെയാണ് ഇതിനകത്തും പെർഫോമൻസ് കിട്ടുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 വരുന്ന S24 Ultra'യുടെ പോലെ തന്നെയാണ് ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിക്കുമ്പോൾ ഏകദേശം പെർഫോമൻസ് വരുന്നത്. പിന്നെ അതിൽ കുറച്ചുകൂടെ ബെറ്റർ കൂളിങ്ങും കുറച്ചുകൂടെ വലിയ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ മാത്രമല്ല 8 Gen 3 മെയ്ഡ് ഫോർ ഗാലക്സി എന്ന് പറഞ്ഞുള്ള ഒരു സംഭവമാണ് വരുന്നത്. സോ അതിൻ്റേതായ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് അതിനകത്തുണ്ട്. അപ്പം ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള BGMI, സോ ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ് ഞാൻ ഇന്നിപ്പം കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഗെയിമിൻ്റെ ഒരു ഞാൻ കളിക്കുന്നതിൻ്റെ ഒരു ഇത് ശ്രദ്ധിക്കേണ്ട, അത്ര നല്ല ഗെയിമറൊന്നും ആയിരിക്കില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു പെർഫോമൻസ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈം കാണാം 12:13 ആണ്. 83% ബാറ്ററി ബാക്കപ്പ്. ഓക്കെ, ബാറ്ററി 83% ആണ് ഇപ്പം. ഓക്കെ, ഞാൻ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഞാൻ സ്കിപ്പാക്കാൻ ചാൻസ് ഉണ്ട്. സ്കിപ്പല്ല, സോറി, ഫാസ്റ്റ് ഫോർവേഡ് അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പെർഫോമൻസ് കാണാം. ഇപ്പോൾ ഇത് ഞാൻ സെറ്റിങ്സ് ഇട്ടിരിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഗ്രാഫിക്സ് ഇപ്പോൾ ഞാൻ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. സ്മൂത്ത്, എക്സ്ട്രീം എന്നുള്ളത്, എക്സ്ട്രീം പ്ലസ് എന്നുള്ളത്, അതായത് 90 FPS കിട്ടാനുള്ള ഒരു സെറ്റിങ്സാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം 90 FPS കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റിങ്സ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ടെമ്പറേച്ചർ വന്നിട്ട് 30°C ആണ്. റാം യൂസേജ് 28, CPU 40, GPU 35%, FPS 87. ഇതിപ്പോൾ ലോബിക്കകത്താണ്. ഓക്കെ, ഇപ്പം ഗെയിം പ്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് അൺറാങ്ക്ഡ് ലിവിക്ക് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോളോ മോഡാണ്. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത്ര നല്ല ഗെയിമിംഗ് ഒന്നും ആയിരിക്കത്തില്ല, നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ഈ മുകളിലത്തെ റീഡിങ്സ് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇനി അങ്ങോട്ട് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുന്നതായിരിക്കും. ബാക്കി ഇത് ഗെയിം പ്ലേ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ ഗൈസ്, ഒരു 20 മിനിറ്റ് ഗെയിം പ്ലേ കഴിഞ്ഞിട്ട് നോക്കാം.
ഓക്കെ യെസ്. ഞാൻ അടുത്തത് സെറ്റിങ്സ്, നമ്മൾ മാക്സിമം സെറ്റിങ്സിനകത്ത് ഗ്രാഫിക്സ് കൂട്ടിയിട്ടിട്ട് കളിക്കാൻ പോവുകയാണ്. ഇത് എന്തൊരു സ്മൂത്തായിരുന്നു. ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് നമുക്ക് അൾട്ര HDR അൾട്ര, ഇതാണ് ഹയസ്റ്റ് ആയിട്ട് വരുന്ന സെറ്റിങ്സ്. ഓക്കെ, അപ്പം ഇത് ഇടാൻ പോവുകയാണ് കോമ്പാറ്റിനകത്ത്. ഓക്കെ, ലോബിക്കകത്തും കൂടി ജസ്റ്റ് ഒന്ന് അൾട്ര HDR അപ്ലൈ. ലോബിയിലും കൂടെ അൾട്ര HDR ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അൾട്ര ഓക്കെ, അപ്പം അൾട്ര HDR അൾട്ര, അതിനകത്ത് FPS വരുന്നത് 60 FPS റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. 40 FPSനകത്തായിരിക്കും. ഇത് 60 കിട്ടത്തില്ല, മാക്സിമം 40 FPS വരെ വരത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ നോക്കിയേക്കാം. ടെമ്പറേച്ചർ നിങ്ങൾക്ക് കാണാം 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, FPS 40 ആണ്. അൾട്ര HDR അൾട്രയ്ക്കകത്ത് 40 വരുള്ളൂ. HD ഇടാണെന്നുണ്ടെങ്കിൽ 60 FPS വരും. ഞാൻ എൻ്റെ 1 month റിവ്യൂവിൻ്റെ വീഡിയോയിൽ ഒരു BGMI ഒരു ഗെയിം പ്ലേ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിച്ചായിരുന്നു സെറ്റിങ്സ്, ഓരോ സെറ്റിങ്സിൽ എത്ര FPS വരെ മാക്സിമം കിട്ടും എന്നുള്ളത്. ഓക്കെ, വീണ്ടും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ BGMI കളിക്കുമ്പം എനിക്ക് അന്നും 42 ഡിഗ്രി സെൽഷ്യസിനകത്ത് തന്നെ എപ്പോഴും നിന്നിട്ടുള്ളത്, അതിന് മുകളിൽ പോയിട്ടില്ല. നിങ്ങൾക്ക് കാണാം HDR അൾട്ര HDR അൾട്രയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഗ്രാഫിക്സ് സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാമല്ലോ. എന്താ ഷാഡോ ഒക്കെ കിടക്കുന്നുണ്ടോ നോക്കി. ഇതാണ് ഇതിൻ്റെ ഈ ഒരു BGMIയുടെ ഗ്രാഫിക്സ്.
ഓക്കെ ഗൈസ്, അപ്പം ഞാനൊരു ഹാഫ് ആൻ അവർ ഏകദേശം ഒരു 34 മിനിറ്റ്സോളം BGMI കളിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു ഞാൻ 90 FPS കിട്ടുന്ന സ്മൂത്ത് സെറ്റിങ്സിനകത്ത് ഇട്ട് കളിച്ചു. അതുപോലെ എനിക്ക് ഞാൻ മറ്റേ അൾട്രാ HDR മാക്സിമം ഉള്ള അൾട്രാ HDR അൾട്രാ അത് ഇട്ടും കളിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും നമുക്ക് FPS കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സ്മൂത്തിനകത്താണ് മാക്സിമം FPS 90 FPS ആണ്. സോ 90 FPS കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഏകദേശം കോൺസ്റ്റൻറ്റ് തന്നെയാണ്. ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 89 ആയിരിക്കും മിക്കവാറും. കാരണം ഇടയ്ക്ക് 88 എന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ 90 ആ റേഞ്ചിൽ തന്നെ നിന്ന് നിങ്ങൾക്ക് കാണാമായിരുന്നു ഗെയിം പ്ലേ. അതുപോലെ ടെമ്പറേച്ചർ ഒരു ആവറേജ് 40 ഡിഗ്രി മാക്സിമം 42 വരെയൊക്കെ പോയിട്ട് പിന്നെ അത് നമ്മൾ ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് അല്ലാത്തൊരു ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതങ്ങനെ ഹീറ്റ് കുറയുന്നുണ്ട്. തിരിച്ച് 40 ഡിഗ്രിയിലോട്ട് വരും, 39 ആവും. അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കുന്നു, 40ക്ക് മുകളിൽ പോയിട്ടില്ല. പിന്നെ അൾട്രാ HDR അൾട്രയിൽ ഇട്ടപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ അതിനകത്ത് FPS നമുക്ക് 40 FPS ലിമിറ്റഡ് ആയിരിക്കും അൾട്രാ HDR അൾട്രാ വരുമ്പം. അപ്പം അതിലും കുഴപ്പമില്ല. അപ്പം ഒരു ഹാഫ് ആൻ അവർ കളിച്ചപ്പോഴത്തേക്ക് 83% ആയിരുന്നു ഞാൻ തുടങ്ങിയപ്പോൾ ബാറ്ററി. ഇപ്പോൾ അതൊരു 70% ആയി. ഓക്കെ, അപ്പോൾ ഹാഫ് ആൻ അവർ ഗെയിം പ്ലേ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഈ എക്സിനോസിൻ്റെ 2400 ഒക്കെ ഉള്ള ഒരു പെർഫോമൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം ഗെൻഷിൻ ഇമ്പാക്റ്റ് മാത്രമാണ് കുറച്ച് ടാസ്ക് പിടിച്ചൊരു ഗെയിം. അത് നിങ്ങൾ S24 അൾട്ര എടുത്തിരുന്നാലും സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് ആയിരുന്നാലും ശരി, ഇനിയിപ്പോൾ ഐഫോൺ ആണെങ്കിലും അത് കുറച്ച് ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് തന്നെയാണ്. പക്ഷെ എന്നാലും ഐഫോണിൻ്റെ ആ ഒരു ചിപ്സെറ്റ് എനിക്ക് അത് ആക്ച്വലി എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സംഭവം തന്നെയാണ്. ഐഫോണിൻ്റെ ആപ്പിളിൻ്റെ ചിപ്സെറ്റ് അടിപൊളി തന്നെയാണ്, അതിലൊന്നും പറയാനില്ല. പക്ഷേ അവർ സോഫ്റ്റ്വെയറിലൊന്നും തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമ്മുടെ iOS 18. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് OS 18 ആപ്പിൾ വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആപ്പിൾ ഫാൻസ് എപ്പോഴും ഐഫോൺ ഡസ് ഇറ്റ് എന്തോ ഐഫോൺ ഡസ് ഇറ്റ് ബെറ്റർ അല്ലേ, അങ്ങനത്തെ ഒരു മോട്ടോയും കൊണ്ടിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു 2030 ആകുമ്പോഴത്തേക്കും ആപ്പിൾ പുതിയ ഇന്നോവേറ്റീവ് ഫീച്ചർ എന്നും പറഞ്ഞ് ആൻഡ്രോയിഡിൽ ഏതെങ്കിലും ഒരു പഴയ ഫീച്ചർ എടുത്തുകൊണ്ട് വരും. പോട്ട്, അത് ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, അത് വേറൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇത് BGMI ഒരു ഗെയിം പ്ലേ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, S24 എക്സിനോസ് ചിപ്സെറ്റ് വരുന്നതിൽ. അതും ഇതൊരു കോമ്പാക്ട് ഡിവൈസ് ആണ്. ഇത് ഗെയിമിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സാധനമല്ല. ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ അധികം ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നോർമലി ഈ ഒരു റേഞ്ചിലുള്ള ഒരു ഫോൺ ആവുന്നത് പോലത്തെ ഒരു പെർഫോമൻസിൻ്റെ ഒരു സംഭവമേ വരുന്നുള്ളൂ. പിന്നെ ഐഫോണിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നിന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം അത് ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിനകത്ത് ഫീച്ചേഴ്സ് ഒട്ടും ഇല്ലായിരുന്നു. അവർ കുത്തിനിറച്ചുള്ള സ്വഭാവം, ആൻഡ്രോയിഡിന് ഉള്ള സ്വഭാവം കാണിക്കാതെയാണ് അവർ ഇത്രയും നാൾ ഫാൻസിനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. iOS 18 ഇപ്പോൾ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആപ്പിളിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, പ്രൊസസ്സർ എത്ര നല്ല കേപ്പബിൾ ആണെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യും. പക്ഷേ ആ പ്രൊസസ്സറിന് പണിയെടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊന്നും തരാറില്ല. ബേസിക്കലി സാംസങ്ങിനൊക്കെ അത് തരുന്നുണ്ട്. എന്തായിരുന്നാലും നിങ്ങൾ കണ്ടതാണിത്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.